ജർമ്മനിയിലേക്ക് ഒരാൾ പഠിക്കാൻ പോകുമ്പോൾ രാജ്യം തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ പുറകിൽ അവർ ഫേസ് ചെയ്യുന്നത്? ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഒരേ ഒരു പ്രശ്നമുണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ജർമ്മനിയിൽ നമുക്ക് ഇംഗ്ലീഷ് ടോട്ട് വിദ്യാഭ്യാസം നേടാൻ സാധിക്കുമെങ്കിലും ജർമ്മനിയുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ജർമ്മനാണ്. നമുക്ക് ആ രാജ്യത്ത് സർവൈവ് ചെയ്യാനും പിന്നീട് ജോലി ചെയ്യാനും അവിടെ സ്ഥിരമായി നിൽക്കുവാനും എല്ലാം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ജർമ്മൻ പ്രോഗ്രാം തിരഞ്ഞെടുത്ത് ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി അല്ലെങ്കിൽ അവർ ജർമ്മൻ ലാംഗ്വേജ് കൂടി പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഒരു പ്രധാന ന്യൂനതയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് നമുക്കതിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ UK-യിലോ US-ലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ടോട്ടൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ ആ രാജ്യത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ആ രാജ്യത്ത് അഡാപ്റ്റഡായി അവിടെ നിലനിൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ജർമ്മനിയിൽ ചെല്ലുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രാജ്യത്തിൽ പൂർണ്ണമായും ഇഴുകിച്ചേരണമെങ്കിൽ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് ആദ്യം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ജർമ്മൻ പ്രോഗ്രാമിന് ഇംഗ്ലീഷ് ടോട്ടൽ അഡ്മിഷൻ കിട്ടി ജർമ്മനിയിലേക്ക് പോകാൻ വിസ ഒക്കെ ആവുന്ന സന്ദർഭത്തിൽ ഇവിടെ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് A1 A2 ഒക്കെ ഉള്ളത് ബേസിക്കായിട്ട് പഠിച്ച് പിന്നീട് ജർമ്മനിയിൽ ചെന്ന് സ്വാഭാവികമായി ജർമ്മൻ പഠിച്ചാൽ ആ രാജ്യത്ത് അവർക്ക് സുഖകരമായി നിൽക്കാനുള്ള എല്ലാ അവസരവുമുണ്ട്.